ഇപ്പോൾ ധാരാളം പേര് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്തിട്ടുള്ളവരാണ്. പ്രത്യേകിച്ചും UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, UK-ലോ അമേരിക്കയിലോ ഏത് രാജ്യങ്ങളിലാകട്ടെ നമുക്ക് ധാരാളം രാജ്യങ്ങൾ കാണാനുള്ള അവസരങ്ങളാണുള്ളത്. പ്രത്യേകിച്ചും UK-യുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും അടുത്തുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. 2-3 ദിവസം അവധി കിട്ടിയാൽ പോലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം. തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് UK-യിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് ലഭിക്കുക. ഇനി ദൂരെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഷിപ്പിൽ യാത്ര ചെയ്യുന്നത് നോർവേയിലോട്ടാണ്. ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കാൻഡിനേവിയൻ കൺട്രികളൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 7 നൈറ്റ്സ് എങ്കിലും വേണം. ഇപ്പോൾ നോർവേയിൽ വരുവാണെങ്കിൽ ഇതുപോലെ ഇടുങ്ങിയ കടലിടുക്കുകളിലൂടെയൊക്കെ ഷിപ്പിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 11 വർഷക്കാലം UK-യിൽ ഫുൾ ടൈം ജോലി ചെയ്തതിന് ശേഷമാണ് ട്രാവൽ ചെയ്യാനായിട്ട് ആരംഭിച്ചത്. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ കടങ്ങളൊക്കെ തീർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വീട് വാങ്ങിയ ശേഷം വലിയൊരു എമൗണ്ട് മോർട്ട്ഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോർട്ട്ഗേജിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2 പേര് ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ക്യാഷ് സേവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 10-12 വർഷത്തിനുള്ളിൽ സേവ് ചെയ്ത എമൗണ്ട് കൊണ്ട് നമ്മളുടെ വീടിന്റെ മുഴുവൻ മോർട്ട്ഗേജും അടച്ചു തീർത്തുകൊണ്ട് യാത്ര ആരംഭിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലെ കേരളത്തിലേക്കുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജീവിതകാലം മുഴുവൻ ആ ഒരു ഫുൾ ടൈം ജോലി ചെയ്ത് പോവുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അവരുടെ ഇൻകം കൊണ്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ടാകും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മറ്റ് കടങ്ങളൊക്കെ തീർക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇംഗ്ലീഷ് രാജ്യങ്ങളിലാണെങ്കിൽ ആ ഒരു രീതിയല്ല. ഹോളിഡേയ്സിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരാണ് ഇംഗ്ലീഷുകാർ. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന ഈ ഒരു MSC ക്രൂയിസ് കപ്പലിൽ 6300 യാത്രക്കാരാണുള്ളത്. 2400-ലധികം റൂമുകളാണുള്ളത്. എല്ലാം ഫുള്ളാണ്. ഇത്രയധികം ആളുകളാണ് ഹോളിഡേക്ക് പോകുന്നത്. സ്കൂൾ ഹോളിഡേയ്സ് എല്ലാം അവസാനിച്ച സാഹചര്യത്തിലും ധാരാളം പേര് യാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന രാജ്യങ്ങളാണ് UK ഉൾപ്പെടെയുള്ളവ. പരമാവധി രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക, കൂടുതൽ ഹോളിഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്യുക, പുതിയ കൾച്ചറൊക്കെ പരിചയപ്പെടുക. അത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും കൃത്യമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യവുമാണ്. ഏറ്റവും പ്രധാനമായി വേണ്ടത് നല്ലൊരു ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. UK-ലോ ഏത് രാജ്യത്താണ് ജോലി ചെയ്യുന്നതെങ്കിലും 2 പേര് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ക്യാഷ് എന്തായാലും സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ UK-യുടെ കാര്യത്തിലാണെങ്കിൽ 2 പേര് ജോലി ചെയ്യുമ്പോൾ ഒരാളുടെ ക്യാഷ് കുറേ നാൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു വീട് വാങ്ങാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. വീട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പലരും വീടിന്റെ മോർട്ട്ഗേജ് അടച്ചു തീർക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. 60-65 വയസ്സ് വരെ ഈ ഒരു മോർട്ട്ഗേജ് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാം. ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഒക്കെ ഈ ഒരു പൊതു സാഹചര്യം തന്നെയാണ് നമുക്കുള്ളത്. എന്നാൽ നമ്മൾ നൽകുന്ന മോർട്ട്ഗേജിന്റെ പകുതിയിലധികം ക്യാഷും പലപ്പോഴും ലോണിന്റെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ക്യാഷ് ബാങ്കുകാർക്ക് വെറുതെ കൊടുക്കുന്നത് പോലെയാണ് ഇതുപോലെ നമ്മൾ വർഷങ്ങളോളം മോർട്ട്ഗേജ് അടച്ച് വീടിന്റെ മോർട്ട്ഗേജ് അടച്ച് ലോൺ പുതുക്കിക്കൊണ്ട് പോവുക എന്നുള്ളത്. എത്രയും വേഗം തന്നെ മോർട്ട്ഗേജ് അടച്ചു തീർക്കുകയാണെങ്കിൽ നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. അതിനുശേഷം പാർട്ട് ടൈമായോ ഫ്രീ ഉള്ളപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസിനുള്ള ക്യാഷ് നമുക്ക് കണ്ടെത്താനാകും. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഹോളിഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ വന്നിട്ട് 10-15 വർഷത്തോളം ആയല്ലോ. അതുകൊണ്ട് ആ സമയത്ത് വന്നവർക്കൊക്കെ എളുപ്പത്തിൽ വീട് വാങ്ങാൻ പറ്റും തുടങ്ങിയ ഒരു കൺസെപ്റ്റ് പലർക്കും ഉണ്ടായിരിക്കും. എന്നാൽ അന്ന് വന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ വന്നവരാണ് കൂടുതൽ എളുപ്പത്തിൽ വീട് വാങ്ങുന്നത്. മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ വീടുകൾ വാങ്ങാൻ എളുപ്പമുള്ള രീതിയിലോട്ടാണ് ബാങ്കുകളൊക്കെ ലോൺ നൽകുന്നത്. അന്നായിരുന്നുവെങ്കിൽ ബാങ്കിൽ നിന്ന് മോർട്ട്ഗേജ് കിട്ടുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ UK-യിൽ വന്ന 4 വർഷത്തിനുള്ളിൽ 2 വീട് വാങ്ങിയവരെയൊക്കെ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അവരുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. എങ്ങനെയാണ് വീട് വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. 1 വർഷം മുൻപ് ഞാൻ ചെയ്ത വീഡിയോ എങ്ങനെയാണ് മോർട്ട്ഗേജ് അടയ്ക്കാൻ പറ്റുക, ലോൺ ഫ്രീ ആയി മാറാൻ പറ്റുക, ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ അതേപോലെ ഫോളോ ചെയ്തുകൊണ്ട് മോർട്ട്ഗേജ് കംപ്ലീറ്റ് ആയും അടച്ചു തീർത്ത് ജോലി റിസൈൻ ചെയ്ത് യാത്ര ആരംഭിച്ച ധാരാളം പേരുണ്ട് UK-യിലെ മലയാളികൾ. അവർ വലിയൊരു സന്തോഷം തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഞാൻ അവർക്ക് നൽകിയ ഒരു ഐഡിയ അതേപോലെ തന്നെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. മോർട്ട്ഗേജ് അടച്ചു തീർത്തതിന് ശേഷം പലരും പാർട്ട് ടൈം ജോലിയിലോട്ട് മാറി. പിന്നീട് യാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ധാരാളം പേരുണ്ട്. അവർക്കൊരു ഇൻസ്പിറേഷൻ ആകാൻ കഴിഞ്ഞു എന്നതോർക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാവർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഏറ്റവും പ്രധാനമായും വേണ്ടത് ജോലി റിസൈൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കടങ്ങൾ തീർക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിൽ നിന്ന് ഒരു ക്യാഷും കൊണ്ടുവന്നല്ല UK-യിൽ മോർട്ട്ഗേജ് തിരിച്ചടച്ചത്. ഫുൾ ടൈം ജോലി ചെയ്ത് ക്യാഷ് സേവ് ചെയ്ത് എനിക്കറിയാവുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് മോർട്ട്ഗേജ് അടയ്ക്കാൻ പറ്റിയത്. ഫുൾ ടൈം ജോലിക്ക് പുറമെ പാർട്ട് ടൈമായി ജോലികളൊക്കെ ചെയ്താണ് കൂടുതൽ ക്യാഷ് സേവ് ചെയ്യാനായും പറ്റിയത്. അതേപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് ടൈം ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതല്ലെങ്കിൽ
സ്വന്തമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു നേട്ടം നിങ്ങൾക്കുണ്ടാകാം. അത് കൂടുതൽ ക്യാഷ് സേവ് ചെയ്തുകൊണ്ട് കടങ്ങളൊക്കെ തീർത്ത് പാർട്ട് ടൈം ജോലി ചെയ്യുകയോ സ്വന്തമായി ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് സമയം കണ്ടെത്തുകയും ചെയ്യാം. അതേപോലെ തന്നെ പലരും പറയുന്ന കാര്യമാണ്, ലണ്ടനിൽ താമസിച്ചു കഴിഞ്ഞാൽ വീട് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്, കുട്ടികളുണ്ടെങ്കിൽ വീട് വാങ്ങിയാൽ ആ വീടിന്റെ മോർഗേജ് അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ധാരാളം പേര് കുട്ടികളുമായി UK വന്ന് വീട് വാങ്ങി മോർഗേജ് കംപ്ലീറ്റ്ലി അടച്ചു തീർത്ത് ജോലി റിസൈൻ ചെയ്ത് പാർട്ട് ടൈമോ ഫ്രീ ഉള്ളപ്പോൾ മാത്രം ജോലി ചെയ്യുന്ന ഓപ്ഷനിലോട്ട് മാറിയ ധാരാളം മലയാളികളുണ്ട്. അതേ രീതിയിൽ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പലർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം നാട്ടിൽ സ്ഥലം വാങ്ങുക, വീട് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കുക. ആ സമയങ്ങളിലൊക്കെ കൂടുതൽ കടത്തിലോട്ടാണ് അവർ നീങ്ങുന്നത്. UK വലിയൊരു എമൗണ്ട് മോർഗേജ് നൽകുകയും നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കടങ്ങളൊക്കെ തീർക്കാൻ കുറേ കാലം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അവർക്ക് കിട്ടുന്നതിന് വേണ്ടി ചിലപ്പോൾ 50-60 വയസ്സ് വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. സാധാരണ ഒരു ആവറേജ് ഫാമിലിക്ക് ഒരു 35 വയസ്സാകുമ്പോഴേക്കും ജോലി പാർട്ട് ടൈം ആവുകയോ റിസൈൻ ചെയ്യുകയോ ചെയ്ത് കൂടുതൽ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. കൃത്യമായി നമ്മളത് പ്ലാൻ ചെയ്താൽ മാത്രം മതി. എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ ലെക്ചറായിരുന്നു. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് എൻ്റെ സബ്ജക്റ്റ്. അക്കൗണ്ടൻസിയും ഫൈനാൻഷ്യൽ മാനേജ്മെന്റും ആണ് മെയിനായിട്ട് ഞാൻ ഡിഗ്രിക്കും മാസ്റ്റേഴ്സിനും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പറ്റുക, ഒരു ഫ്രീഡം നമുക്ക് കിട്ടുക, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാൻ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കടങ്ങളെല്ലാം തീർത്ത് നല്ലൊരു ഹാപ്പി ലൈഫിലോട്ട് കടക്കുകയും ചെയ്യാം. ഇപ്പൊ പലരും കരുതും ഒരു സുപ്രഭാതത്തിൽ എനിക്ക് എവിടുന്നോ ക്യാഷ് കിട്ടിയതുകൊണ്ട് ഞാൻ മോർഗേജ് അടച്ചതാണ്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ 15 വർഷത്തോളമായി UK വന്നിട്ട് ആ സമയത്ത് ഫുൾ ടൈം ജോലി ചെയ്ത് പരമാവധി ക്യാഷ് UK തന്നെ സേവ് ചെയ്തു. നാട്ടിൽ കാര്യമായ ഇൻവെസ്റ്റ്മെന്റുകളൊന്നും ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ UK വീട് വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും വേഗം മോർഗേജ് അടച്ചു തീർക്കണം, അതിനുശേഷം റിസൈൻ ചെയ്ത് കൂടുതൽ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തതും. വീട് വാങ്ങി 7 വർഷം കൊണ്ടാണ് എനിക്ക് മോർഗേജ് അടച്ചു തീർക്കാനായിട്ട് പറ്റിയത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ബാൻഡ് 6 നഴ്സുമാരായി ഫുൾ ടൈമായി ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് പരമാവധി ക്യാഷ് സേവ് ചെയ്ത് മോർഗേജ് അടയ്ക്കുന്നതിന് പ്രാധാന്യം നൽകി. വീട് വാങ്ങുന്നതിന് വേണ്ടി ക്യാഷ് സേവ് ചെയ്യുന്നത് പോലെ തന്നെ വീട് വാങ്ങിക്കഴിഞ്ഞാൽ മോർഗേജ് അടച്ചു തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ക്യാഷ് സേവ് ചെയ്യുകയാണെങ്കിൽ ആർക്കും സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ഒരു തവണ മോർഗേജ് അടച്ച് കടങ്ങളൊക്കെ തീർക്കുകയാണെങ്കിൽ പിന്നെ രണ്ടുപേരും ഫുൾ ടൈമായി ജോലി ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. നമുക്ക് ഹോളിഡേയ്സിന് വേണ്ടി സമയം കണ്ടെത്തണം. കുറേ കാലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമയം കണ്ടെത്തണം. സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. യൂട്യൂബ് എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ഉള്ള സമയത്തൊക്കെ പരമാവധി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രീ ഉള്ള സമയത്തൊക്കെ 2 NHS ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയി ജോലി ചെയ്യുകയും ചെയ്യും. കംപ്ലീറ്റ്ലി നഴ്സിംഗ് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ പാർട്ട് ടൈം ആയി അതല്ലെങ്കിൽ ഫ്രീ ഉള്ള സമയത്ത് മാത്രം ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുണ്ട്. എന്നാൽ കേരളത്തിലൊന്നും അത്ര ഒരു രീതിയില്ല. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ പോകണം. നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ജോലി കിട്ടാനുള്ള അവസരങ്ങളില്ല. അതല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഉള്ളപ്പോൾ മാത്രം ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ, അത്തരം ഒരു രീതി കേരളത്തിൽ നമുക്ക് കേട്ട് പരിചയം പോലുമില്ല. എന്നാൽ UK സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളം ഫ്ലെക്സിബിൾ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫ്രീ ഉള്ള സമയം അവരെ അറിയിക്കുകയാണെങ്കിൽ അന്ന് ജോലി ഒഴിവുണ്ടെങ്കിൽ ആരെങ്കിലും ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്കന്ന് പോയി ജോലി ചെയ്യാം. അന്നത്തെ എത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്തോ ആ മണിക്കൂറിനുള്ള പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കും. UK സംബന്ധിച്ചിടത്തോളം മന്ത്ലി ഒരു ഇത്ര സാലറി എന്നുള്ള രീതിയല്ല, എത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കേരളത്തിലാണെങ്കിൽ നമ്മൾ മാസം ഒരു ഇത്ര സാലറി എന്നാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ഓപ്ഷൻ ഉണ്ട്. പാർട്ട് ടൈമായി ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഫ്രീ ഉള്ള സമയത്ത് മാത്രം നമുക്ക് ജോലി ചെയ്യാം. അങ്ങനെ ധാരാളം സാധ്യതകളാണ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാൾ അവിടെ ജോലി ചെയ്ത് പിന്നെ നാട്ടിലോട്ട് തിരികെ പോകണം. എന്നാൽ ഇംഗ്ലീഷ് രാജ്യങ്ങളാണെങ്കിൽ ആ ഒരു രീതിയല്ല. നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം ജോലി ചെയ്താൽ നമുക്ക് സിറ്റിസൺഷിപ്പ് ഒക്കെ ലഭിച്ചതിന് ശേഷം അവിടുത്തെ പൗരന്മാരായി അവിടുത്തെ സിറ്റിസൺസായി ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഗവൺമെൻറ് ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ എത്തുന്നവർ പിന്നെ തിരിച്ചു പോകാതെ അവിടെ തന്നെ ലൈഫ് ടൈം കണ്ടിന്യൂ ചെയ്യുന്ന രീതിയാണുള്ളത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ജോലി ചെയ്ത് കുറേ കാലം ജോലി ചെയ്ത് തിരികെ പോകേണ്ടതുള്ളതുകൊണ്ട് കിട്ടുന്ന ക്യാഷ് മുഴുവൻ കേരളത്തിലോട്ട് അയക്കുകയും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യും. വീട് വാങ്ങുക, സ്ഥലം വാങ്ങുക, പുതിയ വീട് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് പലരും കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളതെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കടമൊക്കെ അടച്ചു തീർക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് ലഭിക്കുന്ന ക്യാഷ് ഹോളിഡേയ്സിനോ അവർക്ക് ഇഷ്ടമുള്ള മറ്റ് ആക്ടിവിറ്റീസിനോ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന രീതിയാണ് പൊതുവെ കാണാൻ കഴിയുക. കുട്ടികൾക്കായി സേവ് ചെയ്യുന്ന രീതി യൂറോപ്യൻ രാജ്യങ്ങളിൽ എങ്ങുമില്ല. അവർ കേപ്പബിൾ ആണ്. അവർ ജോലി ചെയ്ത് അവർക്ക് സമ്പാദിക്കാൻ
സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന കൺസെപ്റ്റ് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ അഡൽട്ടായി കാണുന്നു, പിന്നീട് അവർ കുട്ടികളല്ല, അവർ സ്വന്തമായി അധ്വാനിക്കട്ടെ, സ്വന്തമായി ഏൺ ചെയ്യട്ടെ എന്ന രീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സമ്പന്നരുടെ മക്കളാണെങ്കിലും അവർ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത് അവർക്ക് ആവശ്യമായ ക്യാഷ് കണ്ടെത്തുന്നു. പിന്നീട് ജോലി ലഭിച്ചതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്ന രീതിയിലോട്ട് അവരുടെ ലൈഫ് മാറുകയും ചെയ്യും. ചെറിയൊരു ചാനൽ, എൻ്റെ പേരിൽ തന്നെ തുടങ്ങിയ ഒരു ചാനലിന് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് പ്രത്യേകം നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം 450 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് നമുക്ക് 2 വർഷക്കാലം ഉണ്ടായിരുന്നത്. നിങ്ങൾ എപ്പോഴും നൽകുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ റൂമിന്റെ ബാൽക്കണിയിലാണ്. ഇവിടെ നിന്ന് നമ്മുടെ റൂമിൽ നിന്ന് ബാൽക്കണിയിലോട്ട് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണുന്ന രീതിയിലാണ് ഈ ഒരു ഷിപ്പിന്റെ ക്യാബിൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഒരു വിശാലമായ ഹോട്ടൽ പോലെ തന്നെയാണ് നമ്മുടെ ഈ റൂമുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട്. സോഫയുണ്ട്, അതുകൂടാതെ ഡബിൾ ബെഡ്, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളുമുള്ള റൂമാണിത്. ഒരു ഹോട്ടലിൽ താമസിക്കുന്ന ആ ഒരു എഫക്ട് തന്നെയാണ് നമ്മളിവിടെ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി നിങ്ങൾ ഷിപ്പിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ബാൽക്കണിയുള്ള റൂം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഷിപ്പിന്റെ എല്ലാ മേഖലകളിലും തന്നെ ധാരാളം ലോഞ്ചുകളുണ്ട്, റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൂടാതെ ലെഷർ ആക്ടിവിറ്റീസ് ഉണ്ട്, തിയേറ്ററുകളുണ്ട്. അവിടെയെല്ലാം നമുക്ക് സമയം ചെലവഴിക്കാം. ഇനി ഇന്റീരിയർ റൂമാണെങ്കിലും ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ധാരാളം ഓപ്ഷനുകളാണ് ഇതുപോലുള്ള വലിയ ഷിപ്പുകൾ നൽകുന്നത്. നിങ്ങൾ ഏൺ ചെയ്യുന്ന ക്യാഷ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, സന്തോഷമായിരിക്കുക, കടങ്ങളൊക്കെ തീർത്തുകൊണ്ട് യാത്ര ആരംഭിക്കുക. കൂടുതൽ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന മറ്റു വീഡിയോകളുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.